Good afternoon. Good afternoon. Good afternoon. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ വരെ എടുത്തില്ലേ? ഡയറക്റ്റ് കെയർ ആൻഡ് ഇൻഡയറക്റ്റ് കെയർ. എന്തായിരുന്നു ഡയറക്റ്റ് കെയർ ആൻഡ് ഇൻഡയറക്റ്റ് കെയർ? എന്താണ് ഡയറക്റ്റ് കെയർ? നഴ്സസ് ഡയറക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫീഡിങ്, ട്രീറ്റ്മെന്റ്, മൊബിലിറ്റി, മെഡിക്കേഷൻ എന്നിവയൊക്കെ നൽകുന്നതാണ് ഡയറക്റ്റ് കെയർ. ഒരു പേഷ്യന്റിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നേഴ്സ് എങ്ങനെയാണ്? നേരിട്ടായിരിക്കും അല്ലെ? ഭക്ഷണത്തിന്റെ കാര്യം, അതേപോലെ ട്രീറ്റ്മെന്റ്, മെഡിസിൻസ്, മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, ഇത്തരത്തില് നേഴ്സ് നേരിട്ട് ഒരു പേഷ്യന്റിന് ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഡയറക്റ്റ് കെയർ എന്നാണ് പറയുന്നത്. അതേപോലെ ഇൻഡയറക്റ്റ് കെയർ എന്തായിരുന്നു? സപ്ലൈസ് എക്യുപ്മെന്റ്സ്, പ്രിപ്പയർ പേഷ്യന്റ് റെക്കോർഡ്സ്, ഡിസ്ചാർജ് പ്ലാൻ, കൺസ്ട്രക്ഷൻ, എങ്ങനെയൊക്കെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഹെൽപ്പിങ്ങിനെയാണ് ഇൻഡയറക്റ്റ് കെയർ. പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഇൻഡയറക്റ്റ് ആയിട്ടാണ് അല്ലെ, ബിഹൈൻഡ് ദ സീൻസ് ആയിട്ടാണ്, ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, അതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ദെൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ, സ്റ്റാഫ് ഡെവലപ്മെന്റ്. Staff development is the process which is directed towards the personnel as well as okay, Rijo screen page number 2. Okay, then staff development is the process which is directed towards the personal as well as professional growth of nurses and other staffs while they are employed by the healthcare. It refers to all the training and education provided to enhance the job-related and personal knowledge, skills and mentalities of vested employees. എന്താണ്? ഒരു ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസ്, ഓക്കെ, സ്റ്റാഫുകൾ, അതേപോലെ നേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അവരുടെ സ്കില്ല്, നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ടീച്ചിങ് അല്ലെങ്കിൽ എന്താണ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെ എല്ലാമാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? സ്റ്റാഫുകൾ, അതേപോലെ മറ്റ് നേഴ്സസ്, മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ അവരുടെ എന്താണ് സ്കില്ല്, നോളജ് തുടങ്ങിയവ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ്ങിനെയും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെയുമാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, നേഴ്സസ് ആരായാലും അവരുടെ സ്കില്ല്, നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം, വേണ്ടേ? അപ്പൊ അതിനു വേണ്ടി നൽകുന്ന എന്താണ് ട്രെയിനിങ്സ്, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, ഇതിനെയെല്ലാമാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത്തരത്തില് ട്രെയിനിങ് നൽകുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം? ഓരോ സ്റ്റാഫിനും, ഓരോ നേഴ്സസിനും ഇത്തരത്തില് ട്രെയിനിങ് നൽകുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം? നോക്കിക്കോളൂ, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്? എൻഹാൻസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി. എന്താണ്? എംപ്ലോയീസിന്റെ, സ്റ്റാഫുകളുടെ എന്താണ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക. ഓക്കെ, അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുക? എൻഹാൻസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് എയിം ആയിട്ട് പറയുന്നത്. സെക്കൻഡ് എന്താണ്? എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നേഴ്സസ്. എന്താണ്? നേഴ്സസ് പേഷ്യൻസിന് സുരക്ഷിതമായിട്ടുള്ളതും സേഫ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഫലപ്രദമായിട്ടുള്ളതുമായ എന്താണ് കെയർ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് എന്തായിരുന്നു? എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് ഇത്തരം ട്രെയിനിങ്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? രണ്ടാമത്തെ എന്തായിരുന്നു? പേഷ്യൻസിന് ആവശ്യമായ കെയർ നേഴ്സസ് നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. ഓക്കെ, ആൻഡ് തേർഡ് വൺ, എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്സ്. സ്റ്റാഫുകൾ അവരുടെ ജോലികൾ നല്ല രീതിയിൽ എന്താണ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. ഓക്കെ, and the fourth one, orient the personnel towards their care objectives, job duties, personal policies. പിന്നെ എന്തിനൊക്കെ വേണ്ടിയാണ്?
ഓറിയന്റ് പരിചയപ്പെടുത്തുക എന്തൊക്കെ കാര്യങ്ങളാണ്? അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഡ്യൂട്ടിയുമായി ജോബുമായി ബന്ധപ്പെട്ട് അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അവരുടെ പോളിസീസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ എന്താണ് സ്റ്റാഫുകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് സ്റ്റാഫുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്? എന്താ സ്റ്റാഫ് ഡെവലപ്മെന്റ്? എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന്. അത് ഒബ്ജക്റ്റീവ്സ്. എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റലിൽ അവരുടെ സ്റ്റാഫിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഒക്കെ നൽകുന്നതിനെയാണ് അവരുടെ സ്റ്റാഫ് സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ്സ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെയൊക്കെയാണ് എന്ത് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ? എംപ്ലോയി പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക, ആ സേഫ് ആയിട്ടുള്ള പേഷ്യൻസ് കെയർ പ്രൊവൈഡ് ചെയ്യുക, ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്, സ്റ്റാഫിന് ജോബ് പെർഫോമൻസ് സ്റ്റാഫിന്. ഓക്കെ, എന്താണ് അവർ നല്ല രീതിയിൽ എന്താണ് ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. ഓക്കെ, 4th വൺ എന്തായിരുന്നു? ഓക്കെ, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാംസ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതായത് ട്രെയിനിങ് പല രീതിയിൽ ട്രെയിനിങ് നൽകുന്നുണ്ട്. ഒരു സ്റ്റാഫിന് എന്താണ് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പലതരത്തിലുള്ള ട്രെയിനിങ് നൽകുന്നുണ്ട്. ഏതൊക്കെയാണ്? ദർ ആർ മെയിൻലി ഫോർ ടൈപ്സ് ഓഫ് ട്രെയിനിങ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇൻഡക്ഷൻ ട്രെയിനിങ്. ഓക്കെ, ഇൻഡക്ഷൻ ട്രെയിനിങ് എന്താണത്? It is the training given to new employees by the employer in order to help in adjustment to their new job and familiarizes with their new work environment and the people who are working around them. എന്താ അതിൽ പറയുന്നത്? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയർ പുതിയ എംപ്ലോയീസിന് നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. ക്ലിയർ ആണോ? എംപ്ലോയർ ആർക്ക് നൽകുന്നത്? പുതിയ സ്റ്റാഫുകൾക്ക് നൽകുന്ന ട്രെയിനിങ്സിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ട്രെയിനിങ് നൽകുന്നത്? എന്തിനു വേണ്ടിയായിരിക്കാം? എന്തിനു വേണ്ടിയാണ്? വർക്ക് പ്ലേസ്, അവർ വർക്ക് ചെയ്യുന്ന ആ വർക്ക് പ്ലേസ് പരിചയപ്പെടുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ ജോബുമായിട്ട് എന്താണ് ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ പിന്നെന്താണ് മറ്റ് സ്റ്റാഫുകളെ കൊളീഗ്സുമായിട്ട് ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയെല്ലാമാണ് നൽകുന്ന ട്രെയിനിങ്ങിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എംപ്ലോയർ എംപ്ലോയീസിന് ന്യൂ സ്റ്റാഫുകൾക്ക് നൽകുന്ന ട്രെയിനിങ് ആണ്. എന്തിനു വേണ്ടി ട്രെയിനിങ് നൽകുന്നത്? ജോലിയുമായിട്ട് ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി. ഓക്കെ, മറ്റു കൊളീഗ്സുമായിട്ട് ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെ നൽകുന്ന ട്രെയിനിങ്ങിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ ക്ലിയർ ആണോ? ഇൻഡക്ഷൻ ട്രെയിനിങ്. ആൻഡ് ദ സെക്കൻഡ് വൺ എന്താണ്? ജോബ് ഓറിയന്റേഷൻ. ഓക്കെ, മറ്റൊരു ട്രെയിനിങ്സ് ആണ് ജോബ് ഓറിയന്റേഷൻ. എന്താണ്? ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അവെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓഫ് his roles, responsibilities and relationship in the new work situation. It's an individualized training program meant to get a newly hired employee more familiarized with their responsibilities. എന്താ ജോബ് ഓറിയന്റേഷനിൽ പറയുന്നത്? എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ജോബ് ഓറിയന്റേഷൻ എന്താണ്? ഒരു പുതിയ വർക്ക് പ്ലേസിൽ അവരുടെ ജോബുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ് ആണ് ജോബ് ഓറിയന്റേഷൻ. ക്ലിയർ ആണോ? ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ജോബ് ഓറിയന്റേഷൻ.
സോ ഇൻഡക്ഷൻ ട്രെയിനിങ് പറഞ്ഞു, ജോബ് ഓറിയന്റേഷൻ പറഞ്ഞു. ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന്, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ് ആണ്. ഓക്കെ, ദെൻ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്തായിരിക്കാം? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, an educational experience planned before to provide in the job setting and closely identified with the service in order to help person discharge his duties more effectively as a person and as a worker. It is thus a planned instructional. Okay, Rijo screen on the scroll cheyamo Rijo. ഓക്കെ, നമുക്ക് PDF നോക്കിക്കോളൂ. ഇൻ സർവീസ് എഡ്യൂക്കേഷനിൽ എന്താ പറയുന്നത്? It is thus a planned instructional or training program given by an employee agency in the employment settings. എന്താണ്, ഒരു പേഴ്സൺ എന്ന നിലയിലോ അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റാഫ്, നേഴ്സ് എന്ന നിലയിലോ അവരുടെ സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ നോളജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ജോലിയോടൊപ്പം തന്നെ നൽകുന്ന ട്രെയിനിങ് ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ജോലിയോടൊപ്പം തന്നെ അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ ആണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. എന്താണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ? ഒരു ഓൺഗോയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഓക്കെ, എന്താണത്? It is all the learning activities that happen after an individual has completed his basic education. Okay, it involves planned learning experiences beyond a basic nursing educational program. ഓക്കെ, എന്താണ്, ഒരു വ്യക്തി, ഒരു നേഴ്സ്, ഒരു സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? അവരുടെ ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും അവരുടെ സ്കില്ല്, ഈ മേഖലയിൽ തന്നെ അവരുടെ സ്കില്ല് വീണ്ടും എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി നേടുന്ന എന്താണ്, നോളജ് അല്ലെങ്കിൽ എന്താണ്, എഡ്യൂക്കേഷനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ഒരു നേഴ്സ് അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ എന്താണ്, അവരുടെ എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തു, നേഴ്സിംഗുമായി ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റും അവർ നേടിയെടുത്തു. അതിനുശേഷം ആ മേഖലയിൽ തന്നെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ നോളജ് അറിയണം. ഓക്കെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് പഠിക്കുന്നു. ഓക്കെ, അവരുടെ സ്കില്ല് എന്താണ്, എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു കോഴ്സ് എടുത്തിട്ട് പഠിക്കുന്നു. അതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. അവരുടെ വിദ്യാഭ്യാസം തന്നെ, എഡ്യൂക്കേഷൻ നിർത്തുന്നില്ല, വീണ്ടും അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇൻഡക്ഷൻ ട്രെയിനിങ്. അതിലെന്താ പറയുന്നത്? എന്താ ഇൻഡക്ഷൻ ട്രെയിനിങ്? എംപ്ലോയർ ന്യൂ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നതിനാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ജോബിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും. ഓക്കെ, ജോബുമായിട്ടൊരു പരിചയം ഉണ്ടാക്കുന്നതിനും അതേപോലെ തന്നെ വർക്ക് പ്ലേസുമായിട്ട്, അതേപോലെ പിന്നെ എന്തായിരുന്നു, സ്റ്റാഫ് കൊളീഗ്സുമായിട്ട് ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. എന്നാൽ ജോബ് ഓറിയന്റേഷൻ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ജോബ് ഓറിയന്റേഷൻ? എന്തിനു വേണ്ടി? റിലേഷൻഷിപ്പ് ട്രെയിനിങ്. ജോബുമായിട്ട് കൂടുതൽ, ജോബിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസ് എന്താണ്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ്സ് ആണ്. ഓക്കെ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്താ? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഒരു സ്റ്റാഫ് നേഴ്സ് ബേസിക് എഡ്യൂക്കേഷൻ നേടി വീണ്ടും ആ മേഖലയിൽ തന്നെ ടെക്നിക്കൽ നോളജിന് വേണ്ടി വേറെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നതിന്, വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാണ്. സർവീസ് എഡ്യൂക്കേഷൻ. സർവീസ് തേർഡ് വൺ. ജോലിയോടൊപ്പം സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നൽകുന്ന ട്രെയിനിങ് ആണ്. ജോലിയോടൊപ്പം തന്നെ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന പ്രോഗ്രാംസ് ആണ് അല്ലെ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. അതേപോലെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അതും ആ പേരിൽ തന്നെയുണ്ട്, ആ വാക്കിൽ തന്നെയുണ്ട്. കണ്ടിന്യൂയിങ് ശേഷവും എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്ത്
കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മറ്റ് കോഴ്സുകൾ എടുത്ത് വീണ്ടും അവരുടെ സ്കിൽ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ആ ഒരു രീതിയെയാണ് കണ്ടിന്യൂവിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഈ പലതരത്തിലുള്ള ട്രെയിനിങ് പറഞ്ഞു. ഇത്തരത്തിലുള്ള ട്രെയിനിങ് ലഭിക്കുന്നത് കൊണ്ട് ഒരു സ്റ്റാഫിന് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടാകാം നോക്കിക്കോളൂ. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം? ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. എന്താണ് ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്? എന്താണ് അതിൽ പറയുന്നത്? ഒരു ഹെൽത്തി വർക്ക് പ്ലേസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ട്രെയിനിങ്ങിലൂടെ എന്താണ് എല്ലാവരുമായിട്ട് എന്താണ് ഒരു പരിചയം ഉണ്ടാക്കിയെടുത്തു, വർക്ക് പ്ലേസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു, അതേപോലെ ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവിടെ എന്താണ് ജോബ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്, അല്ലെ, വർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ ഒരു ഹെൽത്തി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ്, ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ഒരു ഹെൽത്തി എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ എന്താണ്? ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ്? ട്രെയിനിങ്സ് നൽകുന്നുണ്ട്, അതേപോലെ തന്നെ മീറ്റിങ്ങുകൾ നൽകുന്നുണ്ട്. ഈ സമയത്തെല്ലാം എന്താണ് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അവരുടെ ഡൗട്ട്സുകൾ ചോദിക്കാം, ഓക്കെ, സജഷൻസ് നേടാം. ഓക്കെ, ഇത്തരത്തിൽ എന്താണ് ഒരു ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആണോ? കമ്മ്യൂണിക്കേഷൻ എന്താണ് പോസിബിൾ ആണ്, അത് മറ്റൊരു നേട്ടമാണ്. ആൻഡ് തേർഡ് വൺ എന്താണ്? പാസ് ഓവർ ഓർഗനൈസേഷണൽ മെസ്സേജസ് ടു വർക്കേഴ്സ്. മാനേജ്മെന്റിന് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റാഫുകളെ, ഇത്തരം ന്യൂ എംപ്ലോയീസിനെ അറിയിക്കാനായിട്ട് കഴിയുന്നുണ്ട്. മെസ്സേജ് ഇവരിലേക്ക് പാസ് ചെയ്യിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെ? ത്രൂ ട്രെയിനിങ്സിലൂടെ അവരുടെ പോളിസീസ് എന്താണെന്ന് ഈ സ്റ്റാഫുകളെ, പുതിയ സ്റ്റാഫുകളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? ആൻഡ് ദ ഫോർത്ത് വൺ എന്താണ്? ഈസി ആക്സസ് ടു നോളജബിൾ കൊളീഗ് ത്രൂ. എന്താ പറയുന്നത്? നോളജബിൾ ആയിട്ടുള്ള കൊളീഗ്സിൽ നിന്നും അഡ്വൈസ്, സജഷൻസ്, ഓക്കെ, അവരുമായിട്ട് എന്താണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും പോസിബിൾ ആണ്. ഓക്കെ, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ്ങിലൂടെ ലഭിച്ച ഒരു പരിചയമുണ്ട്, അല്ലെ? അതുകൊണ്ട് തന്നെ എന്താണ് അവരിൽ നിന്നും എന്താണ് അഡ്വൈസുകൾ നേടാം, സജഷൻസ് പറയാം അവർക്ക്. ഓക്കെ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്താണ് അവിടെ പോസിബിൾ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഇൻഡക്ഷൻ ട്രെയിനിങ് വരുന്നുണ്ട്, ജോബ് ഓറിയന്റേഷൻ വരുന്നുണ്ട്, നെക്സ്റ്റ് വൺ ഏതായിരുന്നു? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, കണ്ടിന്യൂവിങ് എഡ്യൂക്കേഷൻ. ഇനി അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാ? ഈ ട്രെയിനിങ് ലഭിച്ചാൽ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്? ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, അതായത് ഒരു ഹെൽത്തി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് അവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നു. പാസ് ഓവർ ഓർഗനൈസേഷണൽ മെസ്സേജ് ടു വർക്കേഴ്സ്, ട്രെയിനിങ്ങിലൂടെ വർക്കേഴ്സുമായിട്ട് മെസ്സേജസ് ഒക്കെ കൺവേ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മാനേജ്മെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവരിലോട്ട് പാസ് ചെയ്യണം, വേണ്ടേ? പുതിയ എംപ്ലോയീസിനെ അറിയിക്കണം. അതിനെന്താണ് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ ഈസി ആക്സസ് ടു നോളജബിൾ കൊളീഗ്സ് ത്രൂ, അതായത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ കൊളീഗ്സ് ഒക്കെ ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അവരിൽ നിന്നും എന്താണ് അഡ്വൈസ് ഒക്കെ നേടാനായിട്ട് കഴിയുന്നതാണ്. ദെൻ റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ റോൾ ആയിട്ട് വരുന്നത്? നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ ആണ് യൂസസ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫർമേഷൻ. എന്താണ്? പുതിയ സ്കിൽ, ഇൻഫർമേഷൻസ്, ഓക്കെ, എന്നിവ പഠിക്കാനായിട്ട് സ്റ്റാഫുകളെ ഹെൽപ്പ് ചെയ്യുക. അതാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫസ്റ്റ് റോൾ ആയിട്ട് വരുന്നത്. പുതിയ സ്കില്ലുകളും അതേപോലെ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാനായിട്ട് പുതിയ സ്റ്റാഫുകളെ, ന്യൂ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. രണ്ടാമത്തെ എന്താണ്? യൂസസ് ടീച്ചിങ് ടെക്നിക്സ് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫ്. ഓക്കെ, സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ആവശ്യമായ ടീച്ചിങ് ടെക്നിക്സുകളെ യൂസ് ചെയ്യുക. അതായത് അവർക്ക് എന്താണ് ട്രെയിനിങ്സ് നൽകുക, അവർക്ക് കോച്ചിങ്സ്, മെന്ററിങ് ചെയ്യുക. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവരുടെ സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? എന്താണ്? സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ആവശ്യമായ ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുക.
മൂന്നാമത്തെ എന്താ? കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിന്റെയും ലേണിംഗ് നീഡ്സ് എന്താണ്, ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വിലയിരുത്തുക. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിന്റെയും ആവശ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായിട്ട് വിലയിരുത്തുക. ആൻഡ് ദ ഫോർത്ത് വൺ, ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. ഓക്കെ, എന്താണ്, ഒരു സ്റ്റാഫിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, സ്കില്ലിലോ നോളജിലോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ട്രെയിനിങ് നൽകുക. ക്ലിയർ ആണോ? ഇപ്പോൾ ചില നേഴ്സുകൾക്ക്, ചില സ്റ്റാഫുകൾക്ക് എന്താണ്, ചില ഡിവൈസുകൾ യൂസ് ചെയ്യാൻ ചിലപ്പോൾ അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് അറിയില്ലായിരിക്കാം. അത്തരം സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ കുറവ് എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ട്രെയിനിങ്ങുകൾ നൽകുക. ഇതൊക്കെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ന്യൂ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുക. എന്തിന്? ന്യൂ സ്കിൽസ്, ഇൻഫർമേഷൻസ്, സ്കില്ല്, അതേപോലെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? സ്ട്രെങ്തൻ സ്റ്റാഫ്സിന് ടെക്നിക്സ് ഒക്കെ ടീച്ച് ചെയ്ത് കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. ടെക്നിക്സുകൾ പഠിച്ചു കൊടുക്കുക, ട്രെയിനിങ്സ് അല്ലെങ്കിൽ എന്താണ്, കോച്ചിങ്ങിലൂടെ അവർക്ക് ആവശ്യമായ, അവരെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, സ്റ്റാഫുകളുടെ ഡെവലപ്മെന്റ്, സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യിപ്പിക്കുക. ദെൻ തേർഡ് വൺ എന്തായിരുന്നു? കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യുക, അസസ് ചെയ്യുക. ഓരോ യൂണിറ്റിനും എന്താണ് ആവശ്യം, അത്തരം കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് ദ ഫോർത്ത് വൺ എന്താണ്? ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. എംപ്ലോയീസിന് വേണ്ട നോളജും സ്കിൽസും ലീഡ് ചെയ്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ട്രെയിനിങ്ങുകൾ നൽകുക. ഓക്കെ, അത് പരിഹരിക്കുക, കുറവുകൾ പരിഹരിക്കുക. ഇത് ക്ലിയർ ആണോ? ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആൻഡ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. ഈ രണ്ട് ടോപ്പിക്കും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ, നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, the structure of organization determines the employee's behavior through the effects of role, power, status, responsibility, authority, and communication. Nursing is a large department in every hospital, hence it has a hierarchy as doctors do, and it is necessary to understand different nursing classification. എന്താ അതിൽ പറയുന്നത്? ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? നേഴ്സസിനെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ശ്രേണീപരമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയാണത്? അതായത് നേഴ്സസ്, ഡോക്ടേഴ്സിനെ പോലെ തന്നെ, ഡോക്ടേഴ്സ് നമുക്കറിയാം സീനിയർ ഡോക്ടർ ഉണ്ട്, ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, അതേപോലെ തന്നെ നേഴ്സസിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഒരു നേഴ്സ്, അതിന് താഴെ മറ്റൊരാൾ, അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? എല്ലാവരും ഒരേ ഡ്യൂട്ടി തന്നെയാണോ ചെയ്യേണ്ടത്? സ്ക്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? നേഴ്സിംഗ് ഹൈറാർക്കി. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു ഓർഗനൈസേഷന് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതായത് എന്താണ്, ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് ഈസിലി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ലാർജ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡോക്ടേഴ്സിനെ പോലെ തന്നെ അവരെയും എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ടു അണ്ടർസ്റ്റാൻഡ്, എന്ത് മനസ്സിലാക്കാനായിട്ടാണ്? അവരുടെ ക്ലാസിഫിക്കേഷൻ, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരെ ഓരോ രീതിയിലും എന്താണ്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആ ചാർട്ട് നോക്കിക്കോളൂ. ഫസ്റ്റ്, ഏറ്റവും ഉയർന്ന പൊസിഷൻ, ഹൈ പൊസിഷനിൽ വരുന്നത് ഏത് നേഴ്സാണ്? ഏത് പേരിൽ അറിയപ്പെടുന്നത്? നേഴ്സിംഗ് ഡയറക്ടർ. ഓക്കെ, ഏറ്റവും ഹൈ ലെവൽ, ഹൈ പൊസിഷനിൽ വരുന്നത് ആരാണ്? നേഴ്സിംഗ് ഡയറക്ടർ. അതിന് താഴെ ആരാ? ഫസ്റ്റ് നേഴ്സിംഗ് ഡയറക്ടർ വരുന്നു, ദെൻ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് വരുന്നുണ്ട്, ദെൻ പിന്നാരാ? നേഴ്സിംഗ് സൂപ്പർവൈസർ, ദെൻ നേഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നേഴ്സ്, ആൻഡ് ഫൈനലി നേഴ്സിംഗ് അസിസ്റ്റന്റ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ പവർ ആർക്കായിരിക്കും?
നഴ്സിംഗ് ഡയറക്ടർ. ഡയറക്ടറിനാണ്. ഓക്കെ, എന്താ സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് പൊസിഷനിൽ നഴ്സിംഗ് ഡയറക്ടർ വരുന്നുണ്ട്. അതിന് താഴെയായിട്ടാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് വരുന്നത്. അതിനും താഴെയായിട്ട് നഴ്സിംഗ് സൂപ്പർവൈസർ വരുന്നുണ്ട്. സൂപ്പർവൈസറിന് താഴെയായിട്ട് നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, അതിനുശേഷമാണ് സ്റ്റാഫ് നഴ്സ് വരുന്നത്. ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ഗ്രേഡിംഗ് സിസ്റ്റം, അതിൽ ആരാ ഉൾപ്പെടുന്നത്? നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ആരാണ് നഴ്സിംഗ് ഡയറക്ടർ? അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നഴ്സിംഗ് ഡയറക്ടർ. It is the nursing director who provides direction to the nursing staff and coordinate health service. Their duties consist of supervising all nursing staff and looking after patient care as well as administrative functions. Okay, functions like record keeping, budgeting, etc. അപ്പോൾ ആരാണ്? പേരിലുള്ളത് പോലെ തന്നെ നഴ്സിംഗ് ഡയറക്ടർ ആണ്. എന്താണ്? ഹെൽത്ത് സർവീസിലെ എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ആള്. അതേപോലെ തന്നെ നേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്ന ആള്. ഓക്കെ, എല്ലാ സ്റ്റാഫ് നേഴ്സിനെയും എന്ത് ചെയ്യുന്നു? എല്ലാ സ്റ്റാഫുകളെയും ഡയറക്റ്റ് ചെയ്യുന്നത് ആരാ? നഴ്സിംഗ് ഡയറക്ടർ ആയിരിക്കും. Then their duties consist of supervising all nursing staff. എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും എന്ത് ചെയ്യുക? സൂപ്പർവൈസ് ചെയ്യുക. അതേപോലെ തന്നെ പേഷ്യന്റിന് ആവശ്യമായ കെയർ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. മറ്റു ഡ്യൂട്ടീസ് ഏതൊക്കെയാ? പേഷ്യന്റിന് റെക്കോർഡ് കീപ്പ് ചെയ്യുക, ബജറ്റിംഗ്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, at minimum they require co-workers or bachelor degree in nursing along with at least 10 years of experience in deemed firms. എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം? ഒരു നഴ്സിംഗ് ഡയറക്ടർ ആകണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം? 10 years of experience. ഒരു നഴ്സിംഗിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഡിഗ്രി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 10 വർഷം, ഏറ്റവും കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 10 years ഓഫ് എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ മെയിൻലി നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെൽത്ത് കെയറിലെ എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും, ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൺട്രോൾ ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത് നഴ്സിംഗ് ഡയറക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി അദ്ദേഹത്തിന് എന്താണ്? നഴ്സിംഗിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എന്താണ്? 10 വർഷത്തെ കുറഞ്ഞത് 10 വർഷത്തെ എന്താണ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് നഴ്സിംഗ് ഡയറക്ടർ ആകാനായിട്ട് കഴിയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് വൺ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? ഫസ്റ്റ് വൺ ആണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്ന ഫസ്റ്റ് വൺ. ടു ഡയറക്ട്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്സ്. എന്താ പറയുന്നത്? എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അവരെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഓവർസീ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഓൾ നഴ്സിംഗ് സ്റ്റാഫ്, എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും ഡയറക്റ്റ് എന്താണ്? ഓവർസീ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്? ഇവാലുവേറ്റ് ചെയ്യുക. അവരുടെ പെർഫോമൻസ് കറക്റ്റ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുക. നെക്സ്റ്റ് വൺ എന്താണ്? ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ. ഓക്കെ, സ്റ്റാഫിംഗ് എന്തായിരുന്നു? സ്റ്റാഫിംഗ് എന്താ? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാല് സ്റ്റാഫിംഗ് പ്രോസസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചത്. എന്താണ് സ്റ്റാഫിംഗ്? സ്റ്റാഫിനെ റൈറ്റ് പൊസിഷനിൽ റൈറ്റ് വ്യക്തിയെ നിയമിക്കുക, അപ്പോയിന്റ് ചെയ്യുക. അതിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ആവശ്യമായ ഗൈഡൻസ് നൽകേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ സ്റ്റാഫ് സെലക്ഷന് വേണ്ട ഗൈഡൻസ് നൽകേണ്ടത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് തേർഡ് വൺ, ടു സെറ്റ് ലോങ് ടൈം ഗോൾ ഫോർ ദി നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ലോങ് ടൈം ഗോൾസുകൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്? ഏതാടാ? തേർഡ് പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞ, പ്രിന്റിനകത്തുള്ളത് വേറെ എന്തോ? ഫോർത്ത്, എൻഷുറിംഗ് ഡിപ്പാർട്ട്മെന്റ്. To set long term goal. ഫോർത്ത് എൻഷുറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയാണ് പ്രിന്റില്. Set long term goal for the nursing department. മാം ഒന്നും കൂടെ പറയൂ. പറയാം. To set
long term goals for the ആർക്ക് വേണ്ടിയാ? നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഫോർ ദി നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ട് വരുന്ന എന്താണ് ലോങ് ടേം ഗോൾസുകൾ സെറ്റ് ചെയ്യേണ്ടത്, അവരുടെ ഒബ്ജക്റ്റീവ്സ്, അവരുടെ റിസോഴ്സ് അലോക്കേഷൻ, ഇതുമായി ബന്ധപ്പെട്ട ഗോൾസുകൾ സെറ്റ് ചെയ്യേണ്ടത് ആരാണ്? നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നേഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയേഴ്സ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ എന്താണ് പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നേഴ്സിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുകയും ക്രമീകരിക്കുകയും അത് കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആണ്. സ്ക്രീൻ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ എന്താ ഇതിൽ പറഞ്ഞത്? പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ പിന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ അത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതും ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ്, ബോത്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്. ഓക്കെ, പ്രശ്നങ്ങൾ പരിഹരിക്കുക. എവിടേക്കുള്ളതാണ്? ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ പേഷ്യന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും അത് പരിഹരിക്കേണ്ടത് ആരാണ്? ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആണ്. റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ ആർക്കാ സമർപ്പിക്കേണ്ടത്? അപ്പർ മാനേജ്മെന്റിന് സമർപ്പിക്കേണ്ടത്. മാനേജ്മെന്റിന് സമർപ്പിക്കേണ്ടതിനുള്ള റെസ്പോൺസിബിൾ പേഴ്സണും നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പഠിച്ചത്? നേഴ്സിംഗ് ഡയറക്ടർ ആരാണ്? ഓക്കെ, ഒരു നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും ഉയർന്ന പൊസിഷനിലുള്ള വ്യക്തിയാണ് നേഴ്സിംഗ് ഡയറക്ടർ. എല്ലാ നേഴ്സിംഗ് സ്റ്റാഫുകളെയും, ആ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ നേഴ്സിംഗ് സ്റ്റാഫുകളെയും കൺട്രോൾ ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ്? നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ? എന്തായിരുന്നു? ബാച്ചിലർ ഡിഗ്രി വേണം, പിന്നെ 10 വർഷത്തെ പരിചയം വേണം. ഡിഗ്രിയും അതോടൊപ്പം തന്നെ 10 years എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാഡം. ഓക്കെ, നെക്സ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാ? ഫസ്റ്റ് നമ്മുടെ നേഴ്സിംഗ് ഡയറക്ടർ ആണെന്ന് പറഞ്ഞു. അതിന് താഴെ ആരായിരിക്കും വരുന്നത്? സെക്കൻഡ് പൊസിഷൻ നേഴ്സിംഗ് സൂപ്രണ്ടന്റ്. ഓക്കെ, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Nursing superintendent act as the second command in the nursing administration of the hospital. ഹോസ്പിറ്റൽസിലെ സെക്കൻഡ് കമാൻഡ് സ്റ്റാഫ് ആണ്. സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ആരാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. He will be held responsible for management and supervision of nursing services of the different departments in the hospital. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്താണ്? നേഴ്സിംഗ് ഡയറക്ടർ ആണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ സ്റ്റാഫുകളെയും ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ് നേഴ്സിംഗ് ഡയറക്ടർ. എന്നാൽ നേഴ്സിംഗ് സൂപ്രണ്ടന്റോ? ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്ന പേഴ്സൺ ആണ് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ്. ക്ലിയർ ആണോ? അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then, in all areas of the nursing activity, he will help the nursing director. എന്തോ വാർഡ് കിടക്കുന്ന രോഗികളെ കാര്യം നോക്കുന്നതാണ് നേഴ്സിംഗ് സൂപ്രണ്ടന്റ്. ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഹെഡ് കാണില്ലേ? അത് താഴെ വരുന്നുണ്ട്, അതിന് താഴെ വരുന്നുണ്ട്. അവരെ മൊത്തത്തിൽ സൂപ്പർവൈസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞു നേഴ്സിംഗ് അസിസ്റ്റന്റ് വരെ വരുന്നുണ്ട്. അത്രയും ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. ഇവരെല്ലാം ഓക്കെ, ഇവർക്കും മുകളിലാണ്. ഈ നേഴ്സിംഗ് സൂപ്രണ്ടിനെയും സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആരാണ്? നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടത് ആരാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഇനി in all areas of the nursing activity, he will help the nursing director and act as director in the absence of the nursing director. Okay, ഇനി nursing directorന്റെ കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ആരാണ്? ആരായിരിക്കും? നേഴ്സിംഗ് സൂപ്രണ്ടന്റ്. നേഴ്സിംഗ് സൂപ്രണ്ടന്റ്. നേഴ്സിംഗ് ഡയറക്ടറുടെ അഭാവത്തിൽ ആ കാര്യങ്ങളെല്ലാം, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എല്ലാം മാനേജ് ചെയ്യേണ്ടത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും. ക്ലിയർ ആണോ?
സോ അദ്ദേഹം എന്താ ചെയ്യുന്നത്? സെക്കൻഡ് പൊസിഷനിൽ വരുന്ന ഒരു സ്റ്റാഫാണ്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിൽ എല്ലാ കാര്യങ്ങളും എന്താണ് മാനേജ് ചെയ്യുന്നതും നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് വരുന്നത് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഹി വിൽ ഹെൽപ് ദ നഴ്സിംഗ് ഡയറക്ടർ ഇൻ ഹിസ് വർക്ക്. ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എന്തോ ഓക്കെ, ആ റിജിസ്റ്റർ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? നെക്സ്റ്റ് പേജ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, എന്താ ഫസ്റ്റ് ഡ്യൂട്ടി? എന്താ? നഴ്സിംഗ് ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അദ്ദേഹത്തിന്റെ വർക്കിൽ എന്താണ്? നഴ്സിംഗ് ഡയറക്ടറുടെ വർക്കുകൾ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നേഴ്സസ്. നേഴ്സസിന് ഷിഫ്റ്റ് വൈസ് ആണ് ഡ്യൂട്ടി അല്ലെ, റൊട്ടേഷൻ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഡ്യൂട്ടീസ് ഷെഡ്യൂൾ ചെയ്യുക. ക്ലിയർ ആണോ? അതിനും അക്കൗണ്ടബിൾ ആണ്, അതിനും റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? നേഴ്സിംഗ് സൂപ്രണ്ടിനെ നേഴ്സിംഗ് ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യുക, അദ്ദേഹത്തിന്റെ വർക്കില് ജോലിയിൽ ഹെൽപ്പ് ചെയ്യുക. രണ്ടാമത്തെ എന്തായിരുന്നു? ഡ്യൂട്ടീസ് ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, ആൻഡ് തേർഡ് വൺ, ചെക്ക് ആൻഡ് കൺഫേം ദ ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് സ്റ്റാഫ് നേഴ്സസ് പ്രിപ്പയർഡ് ബൈ നേഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, എന്താണ് അതിൽ പറയുന്നത്? ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, നേഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്യുന്ന വർക്ക് ഷിഫ്റ്റിന്റെ ലിസ്റ്റ് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുകയും അത് കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ക്ലിയർ ആണോ? Is it clear? ഫസ്റ്റ് ഡ്യൂട്ടി ഓക്കെ, പറയാം. ഫസ്റ്റ് ഡ്യൂട്ടി എന്തായിരുന്നു? ഹെൽപ്പ് ചെയ്യുക, അയാളുടെ വർക്ക് ഹെൽപ്പ് ചെയ്യുക. ദെൻ ഡ്യൂട്ടീസുകൾ ഷെഡ്യൂൾ ചെയ്തു കൊടുക്കുക നഴ്സസിന്. ഓക്കെ, ദെൻ മൂന്നാമത്തെ എന്താണ്? നഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്യുന്ന വർക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുകയും കൺഫേം ചെയ്യുകയും ചെയ്യുക. ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് നേഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്യുന്ന വർക്ക് ഷിഫ്റ്റിന്റെ ലിസ്റ്റ് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുകയും അത് കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. ഓക്കെ, നൈറ്റ് സൂപ്പർവൈസറിൽ നിന്നും റിപ്പോർട്ടുകൾ റിസീവ് ചെയ്യേണ്ടത് ആര് ഉത്തരവാദിത്വമുണ്ട്? അതിന് നേഴ്സിംഗ് സൂപ്രണ്ടന്റിന് ഉത്തരവാദിത്വമുണ്ട്. അതായത് നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. അതായത് രാത്രി എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ അപ്ഡേഷൻസ്, ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ നൈറ്റിൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നേഴ്സസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഓക്കെ, അവരുടെ ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്തോ, നൈറ്റ് ഷിഫ്റ്റിലെ അപ്ഡേഷൻസ് എന്താണ്? റിസീവ് ചെയ്യേണ്ടതിനും റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നേഴ്സിംഗ് സൂപ്രണ്ടിനാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. നെക്സ്റ്റ് ഡ്യൂട്ടി എന്താ? സ്റ്റാഫുകളുടെ മീറ്റിംഗ് എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. അതിലെന്താ പറയുന്നത്? ട്രെയിനിങ്സും അതേപോലെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്ത സ്റ്റാഫുകളുടെ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക. ഓക്കെ, ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക. Then supervise neatness of the ward with the help of nursing in charge. Nursing in charge ന്റെ ഹെൽപ്പോട് കൂടി എന്താണ്? വാർഡിലെ നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂപ്പർവൈസ് ചെയ്യുക. And the last final point, arrange and plan nursing care activities of the wards as per hospital policies and service. ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? വാർഡിലെ ഓരോ കാര്യങ്ങളും നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അറേഞ്ച് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? ലാസ്റ്റ് വൺ എന്തായിരുന്നു? ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ച് നഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ട സർവീസുകൾ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്? ഒരു നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? നഴ്സിംഗ് ഡയറക്ടർ അവരുടെ വർക്കിൽ ഹെൽപ്പ് ചെയ്യുക.
ഓക്കെ, വർക്കിന് ഹെൽപ്പ് ചെയ്യുക, നേഴ്സിംഗ് ഡയറക്ടറെ സഹായിക്കുക. ദെൻ നഴ്സിന്റെ ഡ്യൂട്ടീസുകൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, അക്കൗണ്ടബിൾ ചെയ്യുക. അക്കൗണ്ടബിൾ മീൻസ് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, നഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്യുന്ന വർക്ക് ഷിഫ്റ്റുകൾ ചെക്ക് ചെയ്യുകയും അത് കൺഫേം ചെയ്യുകയും ചെയ്യുക. ഓക്കെ. നൈറ്റ് സൂപ്പർവൈസറിൽ നിന്ന് റിപ്പോർട്ടുകൾ റിസീവ് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക. ദെൻ പിന്നെ സ്റ്റാഫ് മീറ്റിങ്ങുകൾ റെഗുലർ ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകളിൽ പങ്കെടുത്തിട്ടുള്ള സ്റ്റാഫ്സിന്റെ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക. പിന്നെ നഴ്സിംഗ് ചാർജിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് വാർഡുകളിൽ നീറ്റ്നെസ്സുകൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ലാസ്റ്റ് വൺ എന്തായിരുന്നു? പിന്നെ വാർഡിലെ ഹോസ്പിറ്റൽ പോളിസീസും സർവീസുകളും പ്രകാരം അവിടുത്തെ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസുകൾ പ്ലാൻ ചെയ്യുകയും അറേഞ്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഡ്യൂട്ടീസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നഴ്സിംഗ് ഡയറക്ടറിന്റെ ഒഴിവില്, അതായത് അദ്ദേഹത്തിന്റെ അഭാവത്തില് ആ ഒരു അധികാരം നഴ്സിംഗ് സൂപ്രണ്ടിന് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സൈനിങ് അതോറിറ്റി ഒക്കെയോ, സൈനിങ്ങിന്റെ ഇതോ, അതും നഴ്സിംഗ് സൂപ്രണ്ടിനായിരിക്കും ആ ഒരു സമയത്ത്? അതായത് നഴ്സിംഗ് ഡയറക്ടറിന്റെ സൈൻ വേണ്ട, അതായത് അദ്ദേഹം ഇല്ല ആ ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിൽ മേ ബി സൈനിങ് ചിലപ്പോൾ സൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണോ? എനിക്ക് ക്ലിയർ ആയിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ ഓക്കെ, പറയാം. ഓക്കെ, ബാക്കി ഡ്യൂട്ടീസിൽ എന്താണ് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സഹായിക്കേണ്ടത് ആരാണ്? ഡ്യൂട്ടീസ് ചെയ്യേണ്ടത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആരാ? തേർഡ് പൊസിഷനിൽ വരുന്നത് ആരാ? നഴ്സിംഗ് സൂപ്രണ്ടിന് താഴെയായിട്ട് വരുന്നത് ആരാ? സൂപ്പർവൈസർ ആണ്. നോക്കിക്കോളൂ, nursing supervisor is considered as nursing executive, okay, and is part of the leadership team and is considered a nursing executive. എന്താ പറയുന്നത്? റിപ്പീറ്റ് ചെയ്തേക്കണം സെയിം സെന്റൻസ് തന്നെ. നേഴ്സിംഗ് സൂപ്പർവൈസറിന്റെ മറ്റൊരു പേര് അവരെന്താ അറിയപ്പെടുന്നത്? എങ്ങനെയാ അവരെ കൺസിഡർ ചെയ്യുന്നത്? നേഴ്സിംഗ് എക്സിക്യൂട്ടീവ്സ് ആയിട്ടാണ്. ഓക്കെ, നേഴ്സിംഗ് എക്സിക്യൂട്ടീവ്സ് അവരും ഈ ലീഡർഷിപ്പ് ടീമിലെ ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ്. ഇനി പറയുന്നു, there is a nursing supervisor available around the clock. ഓക്കെ, ഈ നഴ്സിംഗ് എക്സിക്യൂട്ടീവ്സ് ഒരു ഹോസ്പിറ്റൽസിൽ അവരുടെ സേവനം 24 മണിക്കൂറും ലഭ്യമായിരിക്കണം. ക്ലിയർ ആണോ? 24 hours അവരുടെ സേവനം അവിടെ എന്താണ് ലഭിച്ചിരിക്കണം. നഴ്സിംഗ് സൂപ്പർവൈസർ ഷുഡ് ഓൾവേസ് ബി റെഡി ടു അറ്റൻഡ് പേഷ്യന്റ് either in person or by way of consultation in an on-call capacity. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. എന്താ പറയുന്നത്? 24 മണിക്കൂറും അദ്ദേഹത്തിന്റെ സേവനം ലഭ്യമായിരിക്കണം. അതേപോലെ തന്നെ ഒരു പേഷ്യന്റിന് ഏത് സമയത്താണെങ്കിലും ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ട് വരുന്ന കെയറുകളും ഇൻസ്ട്രക്ഷൻസ് ഓക്കെ ഇതെല്ലാം നേരിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ നൽകിയിരിക്കണം. ക്ലിയർ ആണോ? നേരിട്ടോ ഡയറക്റ്റോ അല്ലെങ്കിൽ എന്താണ് ത്രൂ ഫോൺ കോൾസിലൂടെയോ നൽകിയിരിക്കണം. ഇനി നഴ്സിംഗ് സൂപ്പർവൈസറിനെ എന്താണ് ഓവർസീ ചെയ്യുന്നത് ആരായിരിക്കും? നഴ്സിംഗ് സൂപ്രണ്ടന്റ്. നഴ്സിംഗ് സൂപ്രണ്ട് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇത് നഴ്സിംഗ് സൂപ്പർവൈസർ ഓൾസോ നോൺ ആസ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആ ലീഡർഷിപ്പ് ടീമിലെ ഒരു ഭാഗമാണ് നഴ്സിംഗ് സൂപ്പർവൈസർ. 24 hours അദ്ദേഹത്തിന്റെ സർവീസ് അവൈലബിൾ ആയിരിക്കണം. ഇനി ഒരു പേഷ്യന്റ് ഏത് സമയത്ത് വരുന്ന പേഷ്യന്റ് ആണെങ്കിലും അദ്ദേഹത്തിന് എന്ത് കെയർ ആവശ്യമാണെങ്കിലും അതേപോലെ ഇൻസ്ട്രക്ഷൻസും ഡയറക്റ്റോ അല്ലെങ്കിൽ എന്താണ് കോളിലൂടെയോ അദ്ദേഹത്തിന് നൽകിയിരിക്കണം. അതേപോലെ ഇവരെ സൂപ്പർവൈസറിനെ ഓവർസീ ചെയ്യുന്നത് സൂപ്രണ്ടന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ദെൻ ഇനി അദ്ദേഹത്തിന്റെ മറ്റു ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ് വൺ എന്താണ്? ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതേപോലെ ഓറിയന്റ് നേരത്തെ പറഞ്ഞ ജോബുമായിട്ട് പരിചയപ്പെടുത്തുക. പിന്നെന്താണ്? അവർക്ക് കോച്ചിങ് നൽകുക, കൗൺസിലിംഗ് നൽകുക. ഇതെല്ലാം ആർക്കും ഉത്തരവാദിത്വമുണ്ട്? ഒരു നേഴ്സിംഗ് സൂപ്പർവൈസറിനും ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, എന്തോ സെക്കൻഡ് പോയിന്റ് നോക്കിക്കോളൂ. മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫർമേഷൻസ് ടു സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താ അതിൽ പറയുന്നത്?
ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ എന്താണ് ഡാറ്റാസ് അതേപോലെ പ്ലാൻസുകൾ ഷെയർ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ആ ഹോസ്പിറ്റൽസിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസും പ്ലാനിങ്സും എന്താണ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് തേർഡ് പോയിന്റ്, മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് എന്താ? മെയിൻലി എന്താണ്? പേഷ്യന്റിനെ കെയർ ചെയ്യുക, നല്ല രീതിയിൽ കെയർ ചെയ്യുക. എങ്ങനെയായിരിക്കണം? ഹോസ്പിറ്റൽ നോംസ് പോളിസീസ് അനുസരിച്ച്, പ്രൊസീജിയേഴ്സ് അനുസരിച്ച് എന്ത് ചെയ്യണം? നേഴ്സസ് പേഷ്യന്റിനെ കെയർ ചെയ്യുക, കെയർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ക്ലിയർ ആണോ? നേഴ്സിംഗ് പ്രിൻസിപ്പിൾസും അതേപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസീസും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. എന്താ ചെയ്യേണ്ടത്? പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ആ പേഷ്യന്റിന്റെ സർവീസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് പോയിന്റ് എന്താ? പ്രൊവൈഡ് ഇൻഫോർമേഷൻ നീഡഡ് ടു പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. ഓക്കെ, ഹെൽത്ത് കെയർ ടീമിനും അതേപോലെ തന്നെ പേഷ്യന്റിനും ആവശ്യമായ ഇൻഫോർമേഷൻസ്, വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. പേഷ്യന്റ് കെയർ സർവീസുമായി ബന്ധപ്പെട്ട രേഖകൾ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക, ഡോക്യുമെന്റ്സുകൾ സൂക്ഷിക്കുക. Then confirm operation of medical and administrative equipment and verify emergency equipment availability. എന്താണ്? നേഴ്സസ് പല രീതിയിലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നും എമർജൻസി എക്യുപ്മെന്റുകൾ എന്താണ് അവൈലബിൾ ആണോ എന്നും ഉറപ്പുവരുത്തിയിരിക്കണം. ക്ലിയർ ആണോ? സോ എന്തൊക്കെയാ എന്താണ് നേഴ്സിംഗ് സൂപ്പർവൈസർ? ആരാണ്? ആരായിരുന്നു നേഴ്സിംഗ് സൂപ്പർവൈസർ? ഓൾസോ നോൺ ആസ് നേഴ്സിംഗ് എക്സിക്യൂട്ടീവ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സർവീസ് 24 മണിക്കൂറും ഒരു ഹോസ്പിറ്റൽസിൽ ലഭ്യമായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ പേഷ്യന്റിന് ആവശ്യമായ കെയറും ഇൻസ്ട്രക്ഷൻസും നേരിട്ടോ അതല്ലെങ്കിൽ എന്താണ് കോളിലൂടെയോ ഫോണിലൂടെയോ നൽകിയിരിക്കണം. ഇദ്ദേഹത്തെ ഓവർസീസ് ചെയ്യുന്നത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് പറഞ്ഞു. ഫസ്റ്റ് ഡ്യൂട്ടി എന്തായിരുന്നു? ഒരു കറക്റ്റ് റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ എന്താണ് സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇദ്ദേഹത്തിനും ഡ്യൂട്ടീസ് ഉണ്ട്. ഇനി പിന്നെന്തായിരുന്നു? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആ ഹോസ്പിറ്റൽസിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായ ഡാറ്റാസും പ്ലാനിങ്ങുകളും തയ്യാറാക്കുക. ഓക്കെ, ദെൻ മൂന്നാമത്തെ എന്തായിരുന്നു? നേഴ്സിംഗ് പ്രിൻസിപ്പിൾസും അതേപോലെ പോളിസീസും ഓക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പേഷ്യന്റിന് കറക്റ്റ് കെയർ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു നേഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ പേഷ്യന്റ് കെയർ സർവീസുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു? ലാസ്റ്റ് പോയിന്റ് അതിന് മുമ്പ് പറഞ്ഞില്ലേ പ്രൊവൈഡ് ഇൻഫർമേഷൻ നീഡഡ് ടു പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. എന്തായിരുന്നു അതിൽ പറഞ്ഞത്? പേഷ്യന്റിനും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ടീമിനും ആവശ്യമായ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താണ്? അവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ എമർജൻസി എക്യുപ്മെന്റ്സുകൾ അവൈലബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളും ഉറപ്പുവരുത്തുക. ഇതെല്ലാം ഒരു നേഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് പൊസിഷനിൽ ആരാ വരുന്നത്? നേഴ്സിംഗ് സൂപ്പർവൈസറായിട്ട് ഇൻചാർജിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? നേഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, എന്തായിരുന്നു നേരത്തെ പഠിച്ചത്? നേഴ്സിംഗ് ഇൻചാർജ് ഓർക്കുന്നുണ്ടോ? നമ്മളൊരു പോയിന്റ് ഡ്യൂട്ടീസ് പഠിച്ചപ്പോ അവിടെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു?
അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സിംഗ് ഇൻചാർജ് ചെയ്ത ഫയലൊക്കെ വെരി prepare ഗുഡ്. വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരായിരുന്നു? നേഴ്സിംഗ് ഇൻചാർജ് ആയിരുന്നു. superintendent. ഓക്കെ. അപ്പൊ നോക്കിക്കോളൂ, നേഴ്സിംഗ് ഇൻചാർജ്. It is the duty of the nursing in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. Okay. If there is any problem with the patient, it is the nursing in charge who contacts the patient first. If the patient is not satisfied with her response, ask to speak to the nurse supervisor. എന്താണ്? ഓരോ നേഴ്സസിനെയും ഏത് സ്പെസിഫിക് വാർഡിലാണ് ഡ്യൂട്ടി എന്ന് ഷെഡ്യൂൾ ചെയ്യുന്നത് ആരാണ്? ആ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നേഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ പറയുന്നത് എന്താ? ഇനി എന്തെങ്കിലും പേഷ്യന്റിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും നേഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കണം. ഓക്കെ. ഇനി ഇദ്ദേഹത്തിന്റെ നേഴ്സിംഗ് ഇൻചാർജിന്റെ മറുപടിയിൽ പേഷ്യന്റ് എന്താണ് തൃപ്തനല്ല എങ്കിൽ നെക്സ്റ്റ് ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? നഴ്സിംഗ് സൂപ്പർവൈസർ. നേഴ്സിംഗ് സൂപ്പർവൈസറുമായിട്ടായിരിക്കണം. ഓക്കെ. ക്ലിയർ ആണോ അത്? അപ്പൊ ഫസ്റ്റ് എന്താണ്, ഓരോ സ്റ്റാഫുകൾക്കും ഓരോ നേഴ്സിന്റെയും ഏത് ഡ്യൂട്ടീസ് ഷെഡ്യൂൾ ചെയ്യുന്നത്, ഏത് സ്പെസിഫിക് വാർഡിലാണ് ഡ്യൂട്ടീസ് എന്ന് ഷെഡ്യൂൾ ചെയ്യുന്നത് നേഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കും. ഇനി പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഇനി അതല്ല മറിച്ച് വേറെ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അവരുടെ റെസ്പോൺസിൽ തൃപ്തനല്ലെങ്കിൽ പേഷ്യന്റ് ദെൻ സൂപ്പർവൈസറുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇനി അദ്ദേഹത്തിന്റെ മറ്റു ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയാണ് ഒരു നേഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടീസ്? ഫസ്റ്റ് വൺ, എന്തോ ഓക്കെ പറഞ്ഞോട്ടെ ഞാൻ. ഫസ്റ്റ് വൺ എന്താണ്? ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നേഴ്സിംഗ് സ്റ്റാഫ്. എല്ലാ നേഴ്സിംഗ് സ്റ്റാഫുകളെയും സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകുക, അതേപോലെ അവരെ സൂപ്പർവൈസ് ചെയ്യുക. ഇതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. ഓക്കെ. ഒരു പേഷ്യന്റിന് ഹൈ ലെവൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് എന്താണ് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നേഴ്സിംഗ് ഇൻചാർജിനാണ്. അതായത് ഒരു പേഷ്യന്റിന് ഹൈ ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. എന്താ ചെയ്യേണ്ടത്? മന്ത്ലി ഷിഫ്റ്റ്. ഓക്കെ. മന്ത്ലി അവരുടെ മാസത്തിലെ എന്താണ് അവരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ഷിഫ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും അത് ആർക്ക് സമർപ്പിക്കണം? സൂപ്പർവൈസറിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? നേഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ. വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളും പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഇനി ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നാർക്കോട്ടിക്സ് റിപ്പോർട്ട്സ്. മെഡിസിനുമായി ബന്ധപ്പെട്ട ഡ്രഗ്സുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ കീപ്പ് ചെയ്യേണ്ടതും ആരാണ്? ഒരു നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു ഡ്യൂട്ടി? ഫസ്റ്റ് ഡ്യൂട്ടി എന്താ? ഓൾ നേഴ്സിംഗ് സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അവർക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകുക, സൂപ്പർവൈസ് ചെയ്യുക. ദെൻ ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? ഹൈ ലെവൽ ഓഫ് കെയർ. പേഷ്യന്റിന് ഹൈ ലെവൽ ഓഫ് കെയർ കൊടുക്കുന്നതിന് ഉത്തരവാദിത്തം നേഴ്സിംഗ് ഇൻചാർജിനാണ്. പിന്നെന്താണ്? എല്ലാ മാസത്തിലും ഷിഫ്റ്റിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതും അത് സൂപ്പർവൈസറിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതും ഒരു നേഴ്സിംഗ് ഇൻചാർജ് ആണ്. പിന്നെന്താണ്? ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ. വാർഡിലെ പ്രവർത്തനങ്ങൾ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ദെൻ ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നാർക്കോട്ടിക്സ് റിപ്പോർട്ട്സ്. മെഡിസിൻസുമായി ബന്ധപ്പെട്ട ഡ്രഗ്സുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ കീപ്പ് ചെയ്യേണ്ടതും ഇദ്ദേഹം തന്നെയാണ്. ക്ലിയർ ആണോ അത്? നേഴ്സിംഗ് ഇൻചാർജ്. ഇനി അദ്ദേഹത്തിന്റെ താഴെ ആരാ വരുന്നത്? സ്റ്റാഫ് നേഴ്സ്. സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ നേഴ്സിംഗ് സ്റ്റാഫ്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ ആരെയാണ് കൂടുതലായിട്ട് കാണുന്നത്? നമ്മളുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സ് ആയിരിക്കും. ഓക്കെ. സ്റ്റാഫ് നേഴ്സ് ആണ്. നോക്കിക്കോളൂ.
It is the staff nurse who handles the largest segment of healthcare work. ഒരു ഹെൽത്ത് കെയർ വർക്കിൽ എന്താണ് ലാർജസ്റ്റ് സെഗ്മെന്റ്, ഏറ്റവും വലിയൊരു വിഭാഗം ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? സ്റ്റാഫ് നേഴ്സ് ആയിരിക്കും. ഡ്യൂട്ടീസ് ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സ് ആയിരിക്കും. ഓക്കെ, സ്റ്റാഫ് നേഴ്സസ് must have bachelor degree or diploma from recognized nursing program. ഇനി എന്താ ക്വാളിഫിക്കേഷൻ പറയുന്നത്? ഡിഗ്രിയോ, എന്താണ് നേഴ്സിംഗിലെ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ എന്തായിരിക്കണം? ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എന്താണ് റെക്കഗ്നൈസ്ഡ് അറിയപ്പെടുന്ന ഒരു നേഴ്സിംഗ് പ്രോഗ്രാമിൽ അവർക്ക് എന്താണ് ഒരു ഡിഗ്രിയോ അതല്ലെങ്കിൽ ഒരു ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഒരു സ്റ്റാഫ് നേഴ്സ് ആകണമെങ്കിൽ എന്താണ് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. Then they spend a lot of their time providing direct patient care. Okay, direct patient careന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? അതായത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് കെയർ നൽകണം, വേണ്ടേ? അപ്പൊ കൂടുതൽ ടൈം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു സ്റ്റാഫ് നേഴ്സ് ആയിരിക്കും. Then staff nurse continuously observe, monitor and assess the progress of each patient. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്? അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ? ഒരു പേഷ്യന്റിനെ തുടർച്ചയായിട്ട് ഒബ്സർവ് ചെയ്യണം, അതേപോലെ തന്നെ അവരുടെ വൈറ്റൽസ് മോണിറ്റർ ചെയ്യണം, അവരുടെ പ്രോഗ്രസ് വിലയിരുത്തണം, അസസ് ചെയ്യണം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. If there is a sudden change in any patient condition, nurse takes appropriate action such as medications or calling the doctor. ഇനി ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ച്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ ഉടൻ തന്നെ അതിനാവശ്യമായ ആക്ഷൻസ് എടുക്കേണ്ടതും ആരാണ്? സ്റ്റാഫ് നേഴ്സ് ആണ്. അതായത് മെഡിസിൻസ് നൽകുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഡോക്ടറിനെ കോൾ ചെയ്യുകയോ വേണ്ടത് ആരാണ്? ഒരു സ്റ്റാഫ് നേഴ്സ് ആയിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ ആരാണ് സ്റ്റാഫ് നേഴ്സ്? സ്റ്റാഫ് നേഴ്സ് ആരാ? ഹെൽത്ത് കെയർ വർക്കിലെ ലാർജസ്റ്റ് സെഗ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റാഫ് നഴ്സുകളാണ്. സ്റ്റാഫ് നേഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ടൈം ഡ്യൂട്ടി എന്നാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സ് ആയിരിക്കും. പിന്നെന്താ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് എങ്ങനെ ഒരു പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യുകയും അവരുടെ വൈറ്റൽസ് എന്താണ് സയൻസുകൾ മോണിറ്റർ ചെയ്യുകയും പിന്നെന്ത് വേണം? അവരുടെ പ്രോഗ്രസ് അസസ് ചെയ്യുകയും വേണം. ഇനി എന്തെങ്കിലും ഒരു വ്യത്യാസം ഒരു പേഷ്യന്റിന് സഡൻ ചേഞ്ച് ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് മെഡിസിൻസ് നൽകുക അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കുക, ഇത്തരം കാര്യങ്ങളും ചെയ്യേണ്ടത് ഒരു സ്റ്റാഫ് നേഴ്സ് ആയിരിക്കണം. ക്ലിയർ ആണോ? ഇവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ. എന്താണ് ക്വാളിഫിക്കേഷൻ? എന്താണ്? ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് നോക്കിക്കോളൂ. മറ്റു ഡ്യൂട്ടീസ് എന്തൊക്കെയാ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് വൺ എന്താണ്? എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. അറിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് എന്താണ്? ക്ലിയർ അല്ലേ അത്? ഓക്കെ, എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. പേഷ്യന്റുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ഓക്കെ, എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക. ക്ലിയർ ആണോ? പേഷ്യന്റുമായിട്ട് നല്ലൊരു എന്താണ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അത് ആരുടെ ഉത്തരവാദിത്വമാണ്? Establish a sympathetic environment by providing emotional, psychological, spiritual support to patients, friends, families. പേഷ്യന്റിന് അതേപോലെ തന്നെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് എന്താണ് ഒരു ഇമോഷണൽ സപ്പോർട്ട്, വിച്ച് മീൻസ് എന്താണ് നല്ലൊരു സപ്പോർട്ട് നൽകുക. ഓക്കെ, ഇതും ആരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റാഫ് നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഇനി സോൾവ് പേഷ്യൻസ് പ്രോബ്ലം, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ്. എന്താണ്? പേഷ്യൻസിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. പിന്നെന്തായിരുന്നു? വർക്കിംഗ് എൻവയോൺമെന്റ് ക്ലീൻ ആയിട്ടും സേഫ് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ആരാണ്? ഒരു സ്റ്റാഫ് നേഴ്സിന്റെ ഉത്തരവാദിത്വമാണ്. ദെൻ മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയേഴ്സ്. മെഡിസിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്റ്റോറേജ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടത് ആരാണ്? ഒരു സ്റ്റാഫ് നേഴ്സ് ആയിരിക്കണം. ദെൻ ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിംഗ്. എന്താ അതിൽ പറയുന്നത്? നമുക്കറിയാം പേഷ്യന്റിന്റെ റിപ്പോർട്ട് ചാർട്ട്സ് ഉണ്ടായിരിക്കും അല്ലേ? എന്തോ
ഓക്കെ, പറഞ്ഞോട്ടെ. അപ്പൊ എന്താ പറയുന്നത്? ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിംഗ്. പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാർട്ടിലൂടെ എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. Then maintain patient confidence and keep information confidential. പേഷ്യന്റിന്റെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ക്ലിയർ ആണോ? കോൺഫിഡൻഷ്യാലിറ്റി, അതിന്റെ സീക്രട്ട് എന്താണ്? മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാനായിട്ട് പാടില്ല, അത് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുകയും വേണം. ഓക്കെ, ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. Then maintain the inventory checking. എന്താ ഇൻവെന്ററി ചെക്കിംഗ് എന്ന് പറഞ്ഞാല്? മെഡിസിൻസ്, അതേപോലെ മെഡിക്കൽ സപ്ലൈസ്, എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. ഇതിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട്, ഇതിന്റെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്? ഒരു സ്റ്റാഫ് നേഴ്സ് ആയിരിക്കണം. ക്ലിയർ ആണോ? ഇൻവെന്ററി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു സ്റ്റാഫ് നേഴ്സ് ആയിരിക്കണം. ആൻഡ് ദ ഫൈനൽ പോയിന്റ് എന്താ? മെയിൻറ്റെയിൻ എ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ്. ഓക്കെ, ടെക്നിക്കൽ അതേപോലെ പ്രൊഫഷണൽ നോളജ് നേടുന്നതിന് വേണ്ടി വർക്ക്ഷോപ്സുകൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ അറ്റൻഡ് ചെയ്യുക. ഇതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആരുടെയാണ്? സ്റ്റാഫ് നേഴ്സിന്റെ. അപ്പൊ പറയൂ, ആരാണ് സ്റ്റാഫ് നേഴ്സ്? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞ ആരാ? സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് സെഗ്മെന്റ് ഉള്ള ഒരാളാണ് സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. ഡയറക്റ്റ് പേഷ്യന്റ് കെയർ ആയിരിക്കും ഇവർക്ക്. പിന്നെ കണ്ടിന്യൂസ് ഒബ്സർവ് ചെയ്യണം പേഷ്യൻസിനെ. മാഡം, നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡിഗ്രി ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ഡ്യൂട്ടീസ്? ഡ്യൂട്ടീസ് എന്തൊക്കെയാ അവർക്ക് പറയുന്നത്? പേഷ്യൻസുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. ദെൻ പിന്നെന്താണ്? പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം പേഷ്യൻസിന്. ഇമോഷണൽ സപ്പോർട്ട് നൽകണം പേഷ്യന്റിനും അതേപോലെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനും. ഓക്കെ, പിന്നെന്താണ്? പേഷ്യൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണം. അതേപോലെ എൻവയോൺമെന്റ് ആയിരിക്കണം. ഓക്കെ, സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യുക. ഓക്കെ, പിന്നെന്തായിരുന്നു? ഹാൻഡിൽ മെഡിക്കേഷൻ ആൻഡ് സ്റ്റോറേജ്. മെഡിസിൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് എല്ലാം ഓവർസീ ചെയ്യേണ്ടത് ഇദ്ദേഹമാണ്. പിന്നെന്തായിരുന്നു? ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിംഗ്. അതിലെന്തായിരുന്നു? പേഷ്യന്റ് കെയർ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്തിരിക്കണം? കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫോർമേഷൻ കോൺഫിഡൻഷ്യൽ. എന്താണ് അതിൽ പറയുന്നത്? പേഷ്യന്റിന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ്, ചിലപ്പോൾ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, ഇത്തരം ഇൻഫോർമേഷൻസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിംഗ്. എന്താണ്? ഇൻവെന്ററി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് മെഡിസിൻസ് അല്ലെങ്കിൽ മെഡിക്കൽ സപ്ലൈസ്, എക്യുപ്മെന്റ്സുകൾ, ഇതിന്റെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് എന്താണ്? മേൽനോട്ടം വഹിക്കേണ്ടതും ഇദ്ദേഹം തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു? പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജും എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിരിക്കണം. എന്താണ്? നോളജും ടെക്നിക്കൽ നോളജും അതേപോലെ തന്നെ പ്രൊഫഷണൽ നോളജും എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായ ട്രെയിനിങ്സ് അല്ലെങ്കിൽ എന്താണ്? വർക്ക്ഷോപ്സുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഇനി ലാസ്റ്റ് വരുന്നത് ആരാ? നഴ്സിംഗ് അസിസ്റ്റന്റ്. നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, നഴ്സിംഗ് അസിസ്റ്റന്റ് ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? എന്തായിരിക്കാം? അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, നോക്കിക്കോളൂ. നേഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് നേഴ്സിംഗ് ഈസ് ഇൻഡിവിജ്വൽ ഹു വർക്ക്സ് അണ്ടർ എ സ്റ്റാഫ് നേഴ്സ് ഇൻ സപ്പോർട്ടീവ് റോൾ അണ്ടർ. ഓക്കെ, അതായത് സ്റ്റാഫ് നേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ്, സപ്പോർട്ടീവ് റോൾ ആണ് അദ്ദേഹത്തിനുള്ളത്. അസിസ്റ്റന്റ് ഹാവ് ഡ്യൂട്ടീസ് ലൈക്ക് ഹെൽപ്പിംഗ് പേഷ്യൻസ് വിത്ത് ദെയർ ബേസിക് നീഡ്സ്. എന്താ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? എന്താ?
പേഷ്യന്റിന്റെ നീഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ദേ മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സ് ഓഫ് നേഴ്സിംഗ്. ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ് ആവണമെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? +2 മതി മാഡം. ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സ്, നേഴ്സിംഗിൽ ഒരു ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാ? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാ? നമ്മൾ പറഞ്ഞു ബേസിക് ആയിട്ട് എന്താണ്, ഒരു പേഷ്യന്റിന്റെ ബേസിക് നീഡ്സിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി മറ്റു ഡ്യൂട്ടീസ് എന്തൊക്കെയാ? ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം യൂസ് ചെയ്യുന്നതിന് വേണ്ടി പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുക. ക്ലീൻ ആൻഡ് ബേത്ത് പേഷ്യൻസിനെ ബേത്ത് ചെയ്യുക, അതേപോലെ ക്ലീൻ ചെയ്യിപ്പിക്കുക. ആൻഡ് ഫൈനൽ പേജ് നോക്കിക്കോളൂ. മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്. എന്താ അതിൽ പറയുന്നത്? പേഷ്യൻസിന്റെ ഹൈജീൻ, ബെഡൊക്കെ ചേഞ്ച് ചെയ്യുക. ഓക്കെ, ബെഡ് ചേഞ്ച് ചെയ്യുക, അതേപോലെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ടേൺ, റീപൊസിഷൻ ആൻഡ് മൂവ് പേഷ്യൻസ് ബിറ്റ്വീൻ വീൽ ചെയർസ്, സീറ്റ്സ് ആൻഡ് ബെഡ്സ്. എന്തായിരിക്കാം? വീൽ ചെയറിലൊക്കെ ഉള്ള പേഷ്യൻസിനെ വീൽ ചെയറിൽ നിന്ന് ബെഡിലേക്കും അല്ലെങ്കിൽ ബെഡിൽ നിന്ന് വീൽ ചെയറിലേക്കും ഒക്കെ ടേൺ ചെയ്യിക്കാനായിട്ടും എന്താണ് സീറ്റിൽ നിന്ന് മാറ്റാനൊക്കെ ആയിട്ടും ഒരു ഹെൽപ്പ് ചെയ്യേണ്ടത് നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ദെൻ സെർവ് മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യന്റ് ടേക്ക് ദെയർ ഫുഡ്. എന്തായിരിക്കാം? പേഷ്യൻസിന് ഫുഡൊക്കെ എടുത്തു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഫുഡ് സെർവ് ചെയ്യുക, മീൽസ് സെർവ് ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് ഫുഡ് ടേക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുക. ദെൻ മെഷേഴ്സ് വൈറ്റൽ സൈൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു RN. എന്താണ്? ബിപിയും ടെമ്പറേച്ചർ ഒക്കെ നോക്കാൻ സൈൻസുകൾ മെഷർ ചെയ്യുക. അത് ആർക്ക് റിപ്പോർട്ട് കൊടുക്കുക? ബ്ലഡ് രജിസ്റ്റേർഡ് നേഴ്സിന്റെ രജിസ്റ്റേർഡ് നേഴ്സ് RN, രജിസ്റ്റേർഡ് നേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുക. ഈ റിപ്പോർട്ട് രജിസ്റ്റേർഡ് നേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുക. ക്ലിയർ ആണോ? സോ ഇതോടുകൂടി ചാപ്റ്റർ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? എന്താണ് നേഴ്സിംഗ്? അതിനുശേഷം നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നേഴ്സിംഗ്? നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? Nursing is a profession that offers services, health and well-being of peoples. ആളുകളുടെ ആരോഗ്യവും ക്ഷേമവും നന്നായി പരിപാലിച്ചു കൊണ്ടുവന്ന ഒരു സേവനമാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷൻ ആണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്താ? ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ്. സ്പെസിഫിക് ഹെൽത്ത് കെയറിലെ ഒരു ലീഡർഷിപ്പ് പൊസിഷനാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? സ്റ്റാഫിംഗ് അതേപോലെ സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. പിന്നെന്തായിരുന്നു? അതെ, ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രമീകരിക്കുക, ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുക. ഇതിലെല്ലാം എന്താണ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ്, പീപ്പിൾസിനെയാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് 2 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? അല്ലല്ല, recognizing the type and amount of nursing care required by the patient. എന്താ? ഏത് നഴ്സിനെ വേണമെന്ന് റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, ഏത് രീതിയിലുള്ള ഏത് ഫീൽഡിലാണ് ഒരു സ്റ്റാഫിനെ വേണ്ടത് അത് റെക്കഗ്നൈസ് ചെയ്യുക. ദെൻ അതിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള സെലക്ട് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. ആളുകളെ അപ്പോയിന്റ് ചെയ്യുക. ഇനി എയിം എന്തൊക്കെയായിരുന്നു? ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എയിംസ് എന്തൊക്കെയായിരുന്നു? നഴ്സിംഗ് ഉയർന്ന നിലവാരത്തിലുള്ള നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്തായിരുന്നു? ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. എന്തായിരുന്നു? നോളജ് ആൻഡ് സ്കില്ലും നോളജും എൻഹാൻസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹെൽത്തി വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, തേർഡ് വൺ എന്തായിരുന്നു? ചിലവ് കുറച്ച് നല്ല രീതിയിലുള്ള നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യാം.
ഓക്കെ, വെരി ഗുഡ്. ദെൻ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗിന്റെ പ്രധാനപ്പെട്ട ഒരു 2 എലമെന്റ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? സ്റ്റാഫിംഗുമായി ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ്. ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. എന്താ ക്വാളിറ്റി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി നല്ല എഡ്യൂക്കേഷനും ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫ്സ്, നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ യൂട്ടിലൈസേഷൻ എന്താണ്? അവരെങ്ങനെയോ വിനിയോഗിക്കേണ്ടത്? അവർക്ക് ഏത് ഏരിയയിലാണോ, ഏത് ഫീൽഡിലാണോ ട്രെയിനിങ് ലഭിച്ചത് അവിടെ ആയിരിക്കണം വർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഡ്യൂട്ടീസ് കൊടുക്കേണ്ടത് ആ ഒരു മേഖലയിലായിരിക്കണം. ക്ലിയർ ആണോ? ദെൻ സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് പഠിച്ചു. ഓക്കെ, എന്തായിരുന്നു സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗിൽ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഓർത്ത് നോക്കൂ. ഡ്യൂട്ടി ടൈം റെക്കഗ്നൈസ് ചെയ്തിരിക്കണം ഫസ്റ്റ്. ദെൻ പിന്നെ ഇതിന്റെ കപ്പാസിറ്റി, ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി, അതിന്റെ സ്റ്റാൻഡേർഡ്, നമ്പർ ഓഫ് ബെഡ്, ട്രീറ്റ്മെന്റ് സർവീസിന്റെ ബേസിലായിരിക്കും ഹോസ്പിറ്റൽ സ്റ്റാഫിനെ നിയമിക്കുന്നത്. ലാർജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് നേഴ്സ് ആയിരിക്കും ഉള്ളത്. ഓക്കെ. ദെൻ അവരുടെ വർക്ക് ലോഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാ? കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? അവർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്യണം വേണ്ട? അത് എന്തിന്റെ ബേസിലാണ്? ഏതൊക്കെ ഫാക്ടേഴ്സിന്റെ പേഷ്യന്റിന്റെ തന്നെ പിന്നെന്താണ്? വേറൊരു ഫാക്ടറും കൂടി ഉണ്ടല്ലോ, നമ്പർ ഓഫ് പേഷ്യന്റ്. ഓക്കെ, ദെൻ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഏതാണ്? നമ്പർ ഓഫ് ബെഡ്സ്. വർക്ക് ലോഡ്, ഡ്യൂട്ടി കൊടുക്കുന്നത്, ഡ്യൂട്ടി ടൈം തീരുമാനിക്കുന്നത്, അവരുടെ വർക്ക് ലോഡ് എന്താണെന്ന് തീരുമാനിക്കുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സിന്റെ ബേസിലാണ്? ഒന്ന്, എത്ര നമ്പർ ഓഫ് പേഷ്യന്റ് ഉണ്ട്, അതിന്റെ ബേസിലാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കാറ്റഗറീസ്. ഓരോ സെക്ഷന്റെയും ബേസിൽ, അതായത് മിനിമൽ കെയർ ആണോ കൊടുക്കേണ്ടത്, ഇന്റൻസീവ് കെയർ ആണോ കൊടുക്കേണ്ടത്, അതിന്റെയും കൂടി ബേസിലാണ് അവരുടെ വർക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഈ 2 ഫാക്ടറിന്റെ ബേസിലാണ് ഡ്യൂട്ടീസ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് ടൈപ്സ്, 2 ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ പഠിച്ച്. ഏതൊക്കെയായിരുന്നു? ഡയറക്റ്റ് കെയർ, ഇൻഡയറക്റ്റ് കെയർ. എന്താ ഡയറക്റ്റ് കെയർ? നേഴ്സ് ഡയറക്റ്റ് ആയി എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തിരിക്കണം. ഓക്കെ, പേഷ്യന്റിന് എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് നേഴ്സ് തന്നെ ചെയ്തു കൊടുക്കുന്നു, അതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് കെയർ എന്തായിരുന്നു? ഇൻഡയറക്റ്റ് കെയർ ഡയറക്റ്റ് ആയി കെയർ ചെയ്യാതെ തന്നെ പേഷ്യന്റിന് വേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പേഷ്യന്റിന് റെക്കോർഡ് കീപ്പ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് അല്ലാതെ പേഷ്യന്റിന് വേണ്ടി ചെയ്തു കൊടുക്കുക. ഇൻഡയറക്റ്റ് ആയിട്ട് കെയറുകൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്? പേരിൽ തന്നെയുണ്ട്, സ്റ്റാഫ് ഡെവലപ്മെന്റ്. എന്താണ്? എന്തായിരുന്നു സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? ഓരോ സ്റ്റാഫിന്റെയും, ഓരോ നേഴ്സസിന്റെയും സ്കില്ലും അവരുടെ നോളജും എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സ് ആൻഡ് പിന്നെന്തായിരുന്നു, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകൾ നൽകുക. അതിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓരോ സ്റ്റാഫുകൾക്കും അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായ ട്രെയിനിങ്സ് നൽകുക. ഇനി അതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? എന്തിനു വേണ്ടി ആയിരിക്കാം ഇത്തരത്തിൽ സ്റ്റാഫ് ഡെവലപ്മെന്റ് നൽകുന്നത് അല്ലെങ്കിൽ ട്രെയിനിങ് നൽകുന്നത്? എംപ്ലോയി പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായി. ഓക്കെ, പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി. ദെൻ സേഫ് ആയിട്ടുള്ള പേഷ്യന്റ് കെയർസ് നേഴ്സസ് വഴി പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാനായി. ഓക്കെ, പിന്നെന്തായിരുന്നു? നേഴ്സസ് അവരുടെ ജോബ് 100% സാറ്റിസ്ഫാക്ടറി ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട്. ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത്, എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, 4th വൺ എന്തായിരുന്നു? ഓരോ സ്റ്റാഫിനും ഒബ്ജക്റ്റീവ്സും ജോബ് ഡ്യൂട്ടീസും പേഴ്സണൽ പോളിസീസും ഒക്കെ ഓറിയന്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി, പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഈ ട്രെയിനിങ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ എന്താണ്, ഒരു 4 ടൈപ്സ് ഓഫ് ട്രെയിനിങ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് ഡെവലപ്മെന്റ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് വൺ എന്താണ്? ഇൻഡക്ഷൻ ട്രെയിനിങ്. എന്തായിരുന്നു ഇൻഡക്ഷൻ ട്രെയിനിങ്ങില്? 3 മണിക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ, സാറിന്റെ ക്ലാസ്. ആരും ലീവ് ചെയ്ത് പോവരുത്. ഓക്കെ, ഇൻഡക്ഷൻ ട്രെയിനിങ് എന്താ?
ആർക്ക് നൽകുന്ന ട്രെയിനിങ് ആണ്? എംപ്ലോയർ ന്യൂ സ്റ്റാഫിന് നൽകുന്ന ട്രെയിനിങ് ആണ്. എംപ്ലോയർ ന്യൂ സ്റ്റാഫിന് നൽകുന്ന ട്രെയിനിങ് ആണ്. എന്തിനു വേണ്ടിയാണ്? പുതിയ ജോലിയും അതിലുള്ള ഫെമിലാരിറ്റീസ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഒന്ന് അതുമായിട്ട് അറ്റ്മോസ്ഫിയറുമായിട്ടൊന്ന് പരിചയം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ് ആണ്. ദെൻ ജോബ് ഓറിയന്റേഷൻ ആണെങ്കിലോ? ജോബ് ഓറിയന്റേഷൻ നമ്മൾ ചെയ്യുന്ന ജോലിനെ കുറിച്ച് അതിന്റെ റോൾ റെസ്പോൺസിബിലിറ്റിയും റിലേഷൻഷിപ്പിന്റെ ഒക്കെ എത്രമാത്രത്തിലാണ് അതിന്റെ അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി. ഒരു അവയർനെസ്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, ഉത്തരവാദിത്വം എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോബ് ഓറിയന്റേഷൻ. ദെൻ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആണെങ്കിലോ എന്താണ്? ജോലിയോടൊപ്പം തന്നെ എന്ത് നൽകുന്നു? ട്രെയിനിങ് നൽകുന്നുണ്ട്. സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായ ട്രെയിനിങ്സ് നൽകുന്നു. ദെൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണെങ്കിലോ? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ശേഷം വീണ്ടും ആ മേഖലയിൽ തന്നെ ടെക്നിക്കൽ നോളജിന് വേണ്ടി സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വീണ്ടും വീണ്ടും പഠിക്കുന്നത്. അതിനാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇത്തരത്തിലൊരു ട്രെയിനിങ് ലഭിച്ചാൽ ഒരു സ്റ്റാഫിന് ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാ? ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയാണ്? ഒരു ഹെൽത്തി വർക്ക് പ്ലേസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഒരു ഹെൽത്തി വർക്ക് പ്ലേസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെന്തായിരിക്കാം? ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ. പിന്നെന്താണ്? അതൊക്കെ മാനേജ്മെന്റിന് എന്താണ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്റ്റാഫുകളെ അറിയിക്കാനായിട്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ എന്താണ്? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വഴി കൊളീഗ്സിനൊക്കെ നോളജ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. ഈസി ആക്സസ് സാധ്യമാണ്. ദെൻ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ന്യൂ സ്കിൽസ് ആൻഡ് ഇൻഫർമേഷൻസ് എംപ്ലോയീസിനെ ലേൺ ചെയ്യിപ്പിക്കുക. ന്യൂ സ്കിൽസ് ആൻഡ് ഇൻഫർമേഷൻസിന് ഹെൽപ്പ് ചെയ്യുക, അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക. പിന്നെന്തായിരുന്നു? സ്ട്രെങ്തനിങ് സ്റ്റാഫ്സിന് ടെക്നിക്സ് ഒക്കെ ട്രെയിനിങ്ങും കോച്ചിങ്ങും നൽകുന്നതിലൂടെ ടീച്ച് ചെയ്യിക്കുക. സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നതിന് ആവശ്യമായ ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുക. ട്രെയിനിങ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ എന്താണ് മെന്ററിംഗ് ഒക്കെ ചെയ്യുക. ആൻഡ് തേർഡ് പോയിന്റ് എന്തായിരുന്നു? ലേണിംഗ് ആക്സസ്, അതായത് ഈച്ച് യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ലേണിംഗ് ആക്സസ് കണ്ടിന്യൂസ്ലി പ്രൊവൈഡ് ചെയ്യുക. കണ്ടിന്യൂസ്ലി അസസ് ചെയ്യുക. പ്രൊവൈഡ് ചെയ്യുക. ഫോർത്ത് വൺ എന്താണ്? സ്കില്ല് ഡെഫിസിറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് അതനുസരിച്ചുള്ള നോളജ് റിഗാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക. ട്രെയിനിങ് ആവശ്യമാണെങ്കിൽ ട്രെയിനിങ്ങിലൂടെ അവർക്ക് ആവശ്യമായ നോളജുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി നഴ്സിംഗ് ഹൈറാർക്കിയാണ്. ഏറ്റവും ഹൈ പൊസിഷനിൽ വരുന്നത് ആരാ? നഴ്സിംഗ് ഡയറക്ടർ ആരാ? എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും സൂപ്പർവൈസ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് നഴ്സിംഗ് ഡയറക്ടറാണ്. എല്ലാ സ്റ്റാഫുകളെയും എന്താണ് ഡയറക്റ്റ് ചെയ്യുന്നത് ഒരു നഴ്സിംഗ് ഡയറക്ടർ ആണ്. പിന്നെന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ? മെയിൻ ആയിട്ട് വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാ? എല്ലാ സൂപ്പർവൈസ് ചെയ്യുക. പിന്നെന്താണ്? പേഷ്യന്റിന് കെയർ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും പറയുന്നുണ്ട്. എന്താണ്? റെക്കോർഡ് കീപ്പിംഗ്, അതേപോലെ ബജറ്റിംഗ്. ഇനി അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ബാച്ചിലർ ഓഫ് ഡിഗ്രി, അതിന്റെ കൂടെ ഇനി മറ്റു ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? എല്ലാ സ്റ്റാഫുകളെയും ഇവാലുവേറ്റ് ചെയ്യുക, പ്രൊസീജിയറിന് ആവശ്യമായ ഗൈഡൻസ് നൽകുക, പിന്നെ ലോങ് ടേം ഗോൾസുകൾ സെറ്റ് ചെയ്യുക. പിന്നെന്തായിരുന്നു? അഡ്മിഷൻ, നേഴ്സിംഗ്, പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക. പിന്നെന്തായിരുന്നു? ഇഷ്യൂസ്, ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആണെങ്കിലും പേഷ്യന്റിന്റെ ഇഷ്യൂസ് ആണെങ്കിലും അത് സെറ്റിൽ ചെയ്യുക. ആൻഡ് അപ്പർ മാനേജ്മെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുക. ഇത്രയുമാണ് ഒരു നേഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടീസ് വരുന്നത്. ഇനി നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആരാ?
സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. പിന്നെന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്? ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യും, സൂപ്പർവൈസ് ചെയ്യും. ഓക്കെ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, നഴ്സിംഗ് ഡയറക്ടറിന്റെ സാന്നിധ്യത്തില് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും നഴ്സിംഗ് ഡയറക്ടറുടെ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന് മറ്റു ഡ്യൂട്ടീസ് എന്തൊക്കെയാ? നഴ്സിംഗ് ഡയറക്ടറിന്റെ അദ്ദേഹത്തിന്റെ വർക്കിൽ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ. ഹെൽപ്പ് ചെയ്യുക. നഴ്സസിന്റെ മാസ്റ്റർ റൊട്ടേഷനില് അക്കൗണ്ടബിൾ ആയിരിക്കുക. ഉത്തരവാദിത്തം ഉണ്ട്. ഓക്കെ. അതായത് ഡ്യൂട്ടീസ് ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ തേർഡ് വൺ എന്താണ്? നഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള വർക്ക് ഷിഫ്റ്റുകൾ ചെക്ക് ചെയ്യുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുക. ആൻഡ് ഫോർത്ത് വൺ, നൈറ്റ് സൂപ്പർവൈസേഴ്സിൽ നിന്ന് റിപ്പോർട്ടുകൾ റിസീവ് ചെയ്യുകയും ചെക്ക് ചെയ്യുകയും ചെയ്യുക. റെഗുലർ ആയിട്ട് സ്റ്റാഫ് മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുക. എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകളിൽ പങ്കെടുത്തിട്ടുള്ള സ്റ്റാഫിന്റെ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക. പിന്നെ നഴ്സിംഗ് ചാർജിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് വാർഡുകളിൽ നീറ്റ്നെസ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വഴി നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസുകൾ പ്ലാൻ ചെയ്യുകയും അറേഞ്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇനി നഴ്സിംഗ് സൂപ്പർവൈസർ ആരാ? Nursing executive or part of the leadership committee. ഓക്കെ. ദെൻ പിന്നെന്തായിരുന്നു? നഴ്സിംഗ് സൂപ്പർവൈസർ 24 hours നഴ്സിംഗ് സൂപ്പർവൈസർ 24 hours സർവീസ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആക്കിയിരിക്കണം. എങ്ങനെയൊക്കെ ആയിരിക്കാം? നേരിട്ടോ ഡയറക്റ്റോ അല്ലെങ്കിൽ ത്രൂ ഫോണിലൂടെയോ എന്താണ് ഇൻസ്ട്രക്ഷൻസ്? ഇദ്ദേഹത്തെ ഓവർസീ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാ? എന്താണ്? കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ എന്താണ് സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതേപോലെ കോച്ചിങ്, ഷെഡ്യൂള്, കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് എല്ലാം ഇദ്ദേഹത്തിനും എന്താണ് ഡ്യൂട്ടീസ് ഉണ്ട്. പിന്നെന്തായിരുന്നു? ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസും പ്ലാനിങ്ങുകളും നൽകുക, പ്രൊവൈഡ് ചെയ്യുക. തേർഡ് വൺ എന്തായിരുന്നു? നേഴ്സിംഗ് പ്രിൻസിപ്പിൾസ്, അതേപോലെ ഹോസ്പിറ്റൽ പോളിസീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഫോർത്ത് വൺ, പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ പേഷ്യന്റിന്റെ നീഡ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുക. പിന്നെന്തായിരുന്നു? പേഷ്യന്റിനും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ടീമിനും ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ പിന്നെന്താ? പേഷ്യന്റ് കെയർ സർവീസിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് വൺ എന്തായിരുന്നു? എക്യുപ്മെന്റ്സുകൾ കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെന്നും അതുപോലെ തന്നെ അവൈലബിൾ അല്ലെന്നുള്ളതും ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യണം. ദെൻ നേഴ്സിംഗ് ഇൻചാർജ് ആരാണ്? നേഴ്സിംഗ് ഇൻചാർജ് ഓരോ നേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? ഏത് സ്പെസിഫിക് വാർഡിലാണ് ഡ്യൂട്ടി എന്ന് ഷെഡ്യൂൾ ചെയ്യുന്നത് ആരാ? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റു ഡ്യൂട്ടീസ് എന്തൊക്കെയാ? പേഷ്യൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആദ്യം അറിയിക്കുന്നത് നഴ്സിംഗ് ഇൻചാർജിനെ ആയിരിക്കും. അവരിലൂടെ അത് പ്രോബ്ലം സോൾവ് ആയില്ലെങ്കിൽ ജസ്റ്റ് നെക്സ്റ്റ് നഴ്സ് സൂപ്പർവൈസറെ അറിയിക്കും. ഓക്കെ. ഇനി മറ്റു ഡ്യൂട്ടീസ് എന്തൊക്കെയാ? സ്റ്റാഫുകളെ സപ്പോർട്ട് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. പിന്നെന്താണ്? ഹൈ ലെവൽ ഓഫ് കെയർ കൊടുക്കുന്നതിന് ഉത്തരവാദിത്തമുണ്ട്. അതേപോലെ തന്നെ മന്ത്ലി ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും അത് സൂപ്പർവൈസറിന് റിപ്പോർട്ട് ചെയ്യുകയും വേണം. പിന്നെന്തായിരുന്നു? മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ, വാർഡിലെ പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെന്തായിരുന്നു? മെഡിസിൻസ്, അതേപോലെ റെക്കോർഡ്സുമായി ഡ്രഗ്സുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക. ഇനി സ്റ്റാഫ് നേഴ്സ് ആരാ? സ്റ്റാഫ് നേഴ്സ് ഹെൽത്ത് കെയർ വർക്കിൽ ലാർജ് സെഗ്മെന്റ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റാഫ് നഴ്സുകളാണ്. പേഷ്യൻസ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാഫ് നഴ്സ് ആണ്. അവർക്ക് ബാച്ചിലർ ഓഫ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ആവശ്യമാണ്. പിന്നെ പേഷ്യൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയും അവരുടെ വൈറ്റൽസ് മോണിറ്റർ ചെയ്യുകയും പ്രോഗ്രസ്സുകളെ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യണം. പേഷ്യന്റുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. പിന്നെന്താണ്? പേഷ്യന്റിനും അതേപോലെ തന്നെ റിലേറ്റീവ്സിനും ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകണം.
പിന്നെന്താണ് പേഷ്യന്റിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം, ഒരു ഹെൽത്തി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം, മെഡിസിൻസ് അതേപോലെ സ്റ്റോറേജ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂപ്പർവൈസ് ചെയ്യുക, ഡോക്യുമെന്റ് എന്താണ് ചാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകളെ കീപ്പ് ചെയ്യുക, പിന്നെന്തായിരുന്നു പേഷ്യന്റിന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് എന്താണ് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക, ഇൻവെന്ററി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് നേടുന്നതിന് ആവശ്യമായ വർക്ക്ഷോപ്സുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ അറ്റൻഡ് ചെയ്യുക. ഇനി നേഴ്സിംഗ് അസിസ്റ്റന്റ് ആരാ? നേഴ്സിംഗ് അസിസ്റ്റന്റ് ഈ നമ്മുടെ സ്റ്റാഫ് സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താണ് സ്റ്റാഫാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ? ഹെൽപ്പ് ചെയ്യുക, ബാത്റൂമിലൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ എന്താണ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, ബെഡ്ഷീറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യുക, പിന്നെന്തായിരുന്നു ടേൺ ചെയ്യിക്കാനായിട്ടും പൊസിഷൻ മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യുക, പിന്നെന്തായിരുന്നു മീൽസുകൾ സെർവ് ചെയ്യുക, ആൻഡ് ഫൈനൽ പോയിന്റ് എന്തായിരുന്നു ബ്ലഡ് പ്രഷർ ഇതേപോലുള്ള വൈറ്റൽസ് ഒബ്സർവ് ചെയ്യുകയും അത് ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചത്. ഇനി ആരും ലീവ് ചെയ്യരുത്, എന്താണ് നെക്സ്റ്റ് ഇംഗ്ലീഷ് സാറിന്റെ ക്ലാസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഇത് നല്ലപോലെ റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ലീവ് ചെയ്തോട്ടെ. ഓക്കെ, ബൈ.